രാധേശ്യാം. ഞാൻ പറഞ്ഞ നിങ്ങൾ പറയും. രാധേശ്യാം. രാധേശ്യാം. നാരായണ, വളരെയധികം സന്തോഷം ചേർന്നിട്ട് ഭഗവതിയുടെ മുമ്പിൽ ഈ നവരാത്രി ദിവസങ്ങളിൽ എത്താൻ സാധിച്ചതിൽ. കുറച്ചധികം ദിവസമായിട്ട് നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ഭഗവതിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പലയിടത്തും പറയാനുള്ളൊരവസരം ഗുരുവായൂരപ്പൻ തന്നു. ഇപ്പോഴൊക്കെ ഒരു ചെറിയ വിഷമം. എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ അദ്വൈത ചിന്തയെക്കുറിച്ച് നമ്മളിങ്ങനെ വാദോരാതെ സംസാരിച്ചാലും, എത്രയൊക്കെ സമഭാവനയെ കുറിച്ച് സംസാരിച്ചാലും ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാൻ സാധിക്കണില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അത് മാറ്റാനായിട്ട് ഭഗവതി ഇവിടെ കൃഷ്ണാവതാരം ദിവസം തന്നെ വിളിച്ചു വരുത്തി എന്നാണ് ഞാൻ സ്മരിക്കുന്നത്. എന്നെ അങ്ങോട്ട് വിളിച്ച ഭഗവതിയുടെ പ്രതിനിധികളായിട്ട് വിളിച്ച മുഴുവൻ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. തിരുമേനിയായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് വലിയ പരിചയമില്ലെങ്കിൽ പോലും ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ്. തിരുമേനി യജ്ഞാചാര്യനായിട്ടുള്ള ഒരു സദസ്സിൽ ഞാൻ 3ാമത്തെ തവണയാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് സംസാരിച്ചത് എഴുവന്തലയിലുള്ള അറയിൽ ഭഗവതി ക്ഷേത്രം, മന്ത്രക്ഷേത്രത്തിൽ അദ്ദേഹം വരുന്നു യജ്ഞാചാര്യൻ. അന്നേ ദിവസം നരസിംഹാവതാര ദിവസം പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞ് ഭഗവാൻ ഇക്കഴിഞ്ഞ പാണ്ഡവിയും സത്രം തൃക്കൊടിത്താനത്ത് വെച്ച് നടന്ന സമയത്ത് അവിടെയും തിരുവേനിയായിരുന്നു ആചാര്യൻ. അവിടെയും ഒരു ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു. 3ാമത് ഇവിടെ. അത് മാത്രമല്ല തിരുവേനിയായിട്ടുള്ള ബന്ധം, ഞാൻ എല്ലായിടത്തും ഇത് പറയാറുമുണ്ട്. എവിടെയെങ്കിലും പോയി ഗുരുവായൂരപ്പനെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കാനുള്ള ആദ്യാക്ഷരം, ആധ്യാത്മികതയിലെ ആദ്യാക്ഷരം, അത് മനസ്സിൽ കോറിയിട്ട ഗുരുതുല്യരായിട്ടുള്ള ആചാര്യന്മാരിൽ ഏറ്റവും പ്രഥമ സ്ഥാനീയനാണ് തിരുവേനി. എവിടെ നിന്നാണ് ഈ കഥയൊക്കെ പറയാറുള്ളത്, എവിടെ നിന്നാണ് ഭാഗവത്തെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെയുള്ള സജ്ജനങ്ങളുടെ അടുത്ത് നിന്നാണ് എന്ന് പറയേണ്ടി വരും. തിരുവേനിയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എപ്പോഴും മനസ്സിലേക്ക് വരാറുള്ള പാട്ട്, കൃഷ്ണാവതാരം ദിവസം ഇവിടെ അത് സ്മരിക്കുന്നത് ഉത്തമമാണ് എന്ന് കരുതുന്നു. എനിക്ക് പാടാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം. കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ, മല്ല വൈരി പേരുവരുന്ന കല്ലു വേണമോ എന്ന് തിരുമേനി പാടുമ്പോൾ 7 വയസ്സ് പ്രായമുണ്ട് അന്ന്. ഇവിടെ ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ പ്രഭാഷണത്തിന് ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവിടെയാണ് കുട്ടികൾ ഇരിക്കുക. സത്സംഗം നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം. ഒപ്പം നാരായണ 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 രാധാ ഗോവിന്ദ അതങ്ങനെ ഏറ്റി ചൊല്ലാനുള്ള ഒരു ഭാഗ്യം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പല പ്രഭാഷണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നിർത്തണമല്ലോ ഭഗവാനെ എന്ന് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്, ഭഗവാന്റെ കഥ പറയാനായിട്ടും ഭഗവാനെ കുറിച്ച് സംസാരിക്കാനായിട്ടും പലയിടത്തും പോകാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നുണ്ടല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പറയാറുള്ളത്, ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസൂനോ ദേശം തോറും ചുറ്റിച്ചിടുമോ എന്നാണ് ഗോപികമാര് പാടി നടക്കുന്ന പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാചകം, ഭാഗം, വരികൾ കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല പലതും. ഹൃദയത്തിൽ ധരിപ്പോരെ മായാബന്ധം, അല്ലെ, അങ്ങനെ ഒരു വരിയുണ്ട്. അത് വളരെയധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വരിയാണെങ്കിൽ ഇവിടെ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു വാചകം, ഇവിടെ അമ്മയെ തൊഴണ സമയത്തും ഗുരുവായൂരപ്പനെ കണ്ട സമയത്തും മനസ്സിലേക്ക് വന്ന വാക്ക് അല്ലെങ്കിൽ വരി, ഭഗവാനെ കിട്ടുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം, അല്ലെ? ഭഗവാനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്, ഭഗവാനെ അനുഭവിക്കുക എന്നുള്ളതാണ്, ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ എന്തു കൊടുത്താൽ ഗുരുവായൂരപ്പനെ കിട്ടും എന്നാണ് ചോദ്യം. ഗുരുവായൂരപ്പനെ എന്ത് കൊടുത്താലാ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങൾ വരുമെങ്കിലും പല ആൾക്കാരും പറയും എണ്ണ കൊടുത്താൽ കിട്ടും, അവില് കൊടുത്താൽ കിട്ടും, ഓടക്കുഴൽ കൊടുത്താൽ കിട്ടുന്ന കൃഷ്ണാവതാരം സമയമാണ്, പട്ടുകോണമൊക്കെ സമർപ്പിച്ചു എല്ലാവരും വിചാരിക്കുന്നു, അല്ലെ? കദളിപ്പഴം സമർപ്പിച്ചാൽ കിട്ടും.
എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയായിട്ട് ഇതേ കീർത്തനത്തിൽ തന്നെ തോന്നിയിട്ടുള്ളത് ദുർഗാ ഭഗവതിയെ പോലും പകരമായി കൊടുക്കായെങ്കിലാണ് അല്ലെ. എന്നാൽ പോലും ഭഗവതിയെ കൊടുത്താൽ മാത്രമേ ഗുരുവായൂരപ്പനെ കിട്ടുള്ളൂ. ഭഗവതിയുടെ അത്രയും മൂല്യം ഉണ്ടാവണം. ഭഗവതിയാണ് ഗുരുവായൂരപ്പനെ നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ബുദ്ധിയിലേക്കും ആഴ്ന്ന് ഇറക്കാൻ സഹായിക്കുന്നത് ജഗദംബികയാണ്. അമ്മയുടെ സഹായം ഇല്ലാതെ ഒരിക്കലും ഗുരുവായൂരപ്പനെ കിട്ടില്ല എന്ന് തന്നെയാണ് നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നാളെ നിങ്ങൾ കേൾക്കുന്ന ഒരു കഥയുടെ ഒരു ഭാഗം ഗോപികമാരുടെ വ്രതം. എന്ത് വ്രതം? നിരവധിയായിട്ടുള്ള ഭാഗവത സപ്താഹങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. ഭഗവാനെ ഭർത്താവായി കിട്ടണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഗോപികമാർ ഒരു വ്രതം നോക്കുന്നുണ്ട്. ആ വ്രതത്തിന്റെ പേര് കാത്യായനി വ്രതം അല്ലെ. ഇന്ന് നവരാത്രിയുടെ 6ാം ദിവസമാണ് അല്ലെ. ഇന്ന് ഭഗവതി ഏത് രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്? കാത്യായനി രൂപത്തിലാണ് ഇന്ന് അമ്മയെ ആരാധിക്കുന്നത്. ഇന്നലെ സ്കന്ദമാതയാണെന്ന് തോന്നുന്നു, ഇന്ന് കാത്യായനി. കാത്യായനി ഭഗവതിയോട് ഗോപികമാര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഭാഗവത്തിലുണ്ട്. എന്താ പ്രാർത്ഥിക്കണേ? കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരവേ നമ. അല്ലയോ ഭഗവതി, കാർത്യായനി നന്ദഗോപന്റെ മകനായിട്ടുള്ള കൃഷ്ണൻ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് കിട്ടണേ എന്നാണ് പ്രാർത്ഥന. ഒരു ഭാഗത്ത് ഗോപികമാരിത് പ്രാർത്ഥിക്കുന്നു. നാളെ ഏതാണ്ട് ഈ സമയമാവുമ്പോ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പ്രാർത്ഥന കൂടെ കേൾക്കാം. ആരുടെ പ്രാർത്ഥന? രുക്മിണി അല്ലെ. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ഭാഗവത സപ്താഹത്തിന് കൃഷ്ണാവതാരം ദിവസം പ്രഭാഷണം നടത്തുന്നത്. എല്ലാ സമയത്തും സ്വയംവരാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തിനാ ഈ സ്വയംവരത്തിന് മാത്രം വിളിക്കണേ. ഒരു സംഘാടകൻ എന്നോട് പറഞ്ഞത് അന്നേ ദിവസം ഇവിടെ തിരക്കുണ്ടാവുള്ളൂ. അങ്ങനെയല്ല. ഒരു പാൽപ്പായസം അല്ലെങ്കിൽ ഒരു പാലട പായസത്തിന്റെ ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ മധുരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. ഭാഗവതം അമൃതാണ്, പാൽപ്പായസം കൂടെ അല്ലേ. ഭാഗവത അമൃതാണ്. അത് രുക്മിണി സ്വയംവരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം വിതുരമൈത്രേയ സംവാദത്തിനും ഉദ്ധവോപദേശത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ഭാഗവതം ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് മാത്രം കാണാനാണ് താല്പര്യം ഇന്നത്തെ കാലത്ത്. അത് പാടില്ല. രുക്മിണി ദേവിയും പോയി പ്രാർത്ഥിക്കുന്നത് നമസ്തേ ത്വാംബികേ വിഷ്ണു അല്ലെ. അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത്, അമ്മ എനിക്ക് ഭഗവാനെ കൊണ്ടു തരണേ. അതുകൊണ്ട് ഭാഗവതം കേൾക്കുന്ന സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അമ്മയുടെ അടുത്തിരുന്ന് കേൾക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ എഫക്റ്റ് കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയാണ് ഗുരുവായൂരപ്പനെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് കൃഷ്ണാവതാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ യജ്ഞശാലയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജഗദംബികയായിട്ടുള്ള ആ ഭഗവതിയുടെ തൃക്കാൽക്കൽ മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിക്കാം. അമ്മയ്ക്ക് എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ കിട്ടിയത് അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് തരാൻ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് അല്പസമയം ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. അതിൽ തന്നെ കൃഷ്ണാവതാരത്തെ കുറിച്ചാണ് അല്പസമയം നമുക്ക് ചിന്തിക്കാനുള്ളത്. ഏതൊരു ഭഗവാന്റെ അവതാരം എടുക്കുകയാണെങ്കിലും കൃഷ്ണാവതാരം പോലെ പ്രിയപ്പെട്ട ഒന്ന്, കൃഷ്ണാവതാരം പോലെ ആളുകളെ ആകർഷിച്ച ഒന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പല മഹാത്മാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാഗവതം തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള ഗ്രന്ഥം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കന്ധം എന്ന് പറയുന്നത് ദശമസ്കന്ധം. ദശമസ്കന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കൃഷ്ണാവതാരം. കൃഷ്ണാവതാരത്തിന്റെ ലീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീല എന്ന് പറയുന്നത് രാസക്രീഡ. ആ രാസക്രീഡയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് ഗോപികാഗീതത്തിലെ ഒരു ശ്ലോകം. അങ്ങനെ പറയാം.